നമസ്കാരം. പാകിസ്ഥാൻ അധീന കശ്മീരിലെ വ്യാജ തെരഞ്ഞെടുപ്പ് പ്രഹസനങ്ങൾക്കെതിരെയും ഇന്ത്യ പാക് അതിർത്തിയിലെ ചൈനീസ് നിർമ്മിത പീരങ്കി വിന്യാസത്തിനെതിരെയും കടുത്ത നിലപാടുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ ആവശ്യമായ ഏത് നടപടിയും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ അടുത്തിടെ നടപ്പിലാക്കിയ പ്രാദേശിക തെരഞ്ഞെടുപ്പ് വെറുമൊരു പ്രഹസനം മാത്രമാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. പ്രദേശത്ത് പാക് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ സാധാരണക്കാർക്കെതിരെ നടക്കുന്ന ക്രൂരമായ അടിച്ചമർത്തലുകളും നരഹത്യകളും മറച്ചുവെക്കാനാണ് ഇത്തരം നാടകങ്ങളിലൂടെ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ജൂൺ മാസം മുതൽ ഇതുവരെ പാക് സൈന്യത്തിന്റെ വെടിയേറ്റും മറ്റ് അക്രമങ്ങളിലുമായി കുറഞ്ഞത് 90 സാധാരണക്കാരാണ് പ്രദേശത്ത് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ജനകീയ പ്രക്ഷോഭങ്ങളെ വെടിയുതിർത്തും ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തിയും ഭയപ്പെടുത്തിയും അടിച്ചമർത്താനാണ് പാക് ഭരണകൂടം ശ്രമിക്കുന്നത്. തങ്ങളുടെ ക്രൂരമായ നടപടികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിയമസാധുത നേടിയെടുക്കാനുള്ള മുഖംമൂടിയായി മാത്രമാണ് പാകിസ്ഥാൻ ഈ പൊള്ളയായ തെരഞ്ഞെടുപ്പിനെ പോലും ഉപയോഗിക്കുന്നത്. അതേസമയം ഇന്ത്യ പാക് അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം 250 ചൈനീസ് നിർമ്മിത ഹോവിറ്റ്സർ പീരങ്കികൾ വിന്യസിച്ചതിൽ ഇന്ത്യ ശക്തമായ മുന്നറിയിപ്പ് നൽകി. ചൈനീസ് കമ്പനിയായ നോറിൻകോ നിർമ്മിക്കുന്ന SH-15 155 mm എന്ന ദീർഘദൂര ആക്രമണശേഷിയുള്ള ആധുനിക പീരങ്കികളാണ് പാകിസ്ഥാൻ കിഴക്കൻ അതിർത്തിയിലെ ഗുജർവാലെ, സിയാൽകോട്ട്, ജലാൽപൂർ, ജട്ടാൽ എന്നീ സെൻസിറ്റീവ് മേഖലകളിൽ വിന്യസിച്ചിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിൽ യാതൊരുവിധ മാറ്റവുമില്ലെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും താൽപര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ഏത് നീക്കത്തെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായി അതിർത്തിയിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയും ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നു. M777 അൾട്രാ ലൈറ്റ് ഹോവിറ്റ്സർ, K9 വജ്ര, സ്വദേശീയമായി വികസിപ്പിച്ച ധനുഷ് പീരങ്കികൾ എന്നിവയ്ക്ക് പുറമെ വരാനിരിക്കുന്ന തദ്ദേശീയ എഡാക്സ് പീരങ്കികളും ഇന്ത്യൻ കരസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇതിനോടകം തന്നെ സജ്ജമാണ്. എന്തായാലും പാകിസ്ഥാന് ഉടനടി എല്ലാ തക്കതായ താക്കീതുകൾക്കും പുറമെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഏതൊരു വാദത്തെയും ഇന്ത്യ തള്ളിക്കളയുകയാണ്.